ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്റെ ചേച്ചി ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ വെറുതെ ഒന്നും ഒരു കുഞ്ഞിനെ അവര് ദത്തെടുക്കില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അന്വേഷിക്കണം. ആദ്യം ഞാനും അത് തന്നെയാണ് ചിന്തിച്ചത്. ഇതൊക്കെ സത്യത്തിൽ മേഡത്തിനോടാണോ പറയേണ്ടതെന്ന്. ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, മേഡത്തിനോട് പറഞ്ഞാലേ ഇതിനൊരു തുമ്പ് കിട്ടുന്നു. അല്ല, ഈ കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോ മേഡത്തിനത് ചിലപ്പോ മനസ്സിലാവും. എന്ത് സാധനങ്ങളാ കിട്ടിയത്? അതല്ലേ രസം. കിട്ടിയത് ഒരു മനുഷ്യന്റെ അസ്ഥികൂടം. കണ്ടോ, ഇപ്പം മേഡം ഞെട്ടി. അതിനെ അസ്ഥികൂടം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. 5-6 കഷ്ണം എല്ലും ഒരു തലയൊട്ടിയും 7 കൊല്ലത്തോളം പഴക്കമുണ്ട്. അതിന് ഞാനെന്ത് വേണം? പറയാം. കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് പോലീസിന്റെ ഫോറൻസിക് എക്സ്പേർട്സ് സൂപ്പർ ഇമ്പോസിംഗ് എന്ന വിദ്യയിലൂടെ ആളിന്റെ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തു. അത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. നോക്ക് മേഡം, ഇങ്ങനൊരാളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അപ്പോ പരിചയമുണ്ട്. ഈ മുഖം അത് പറയുന്നുണ്ട്. കിട്ടിയ തെളിവുകളൊക്കെ ഞാനൊന്ന് കാര്യമായിട്ട് അന്വേഷിച്ചു. കിട്ടിയ അയാളെ ദാ ഇയാളാണ് കക്ഷി. ഇത് മേഡത്തിന്റെ അമ്മാവനല്ലേ? അതെ, ഇതെന്റെ അമ്മാവൻ തന്നെയാ. കാണാതായിട്ട് കുറെ വർഷങ്ങളായി. അന്ന് പോലീസ് പരാതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങളുടെ പോലീസിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? സാർ കടങ്കഥ പറഞ്ഞ് കളിക്കാൻ വന്നതാണോ? അപ്പൊ നിങ്ങൾക്കിതിൽ പങ്കൊന്നുമില്ലെന്നാണോ? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക എന്ന് നിങ്ങളുടെ സ്ഥിരം പോലീസ് പരിപാടി ഉണ്ടല്ലോ, അതെടുക്കാനാണോ ഉദ്ദേശം? എത്ര കാലമായി ഞാൻ എന്റെ അമ്മാവനെ അന്വേഷിച്ച് നടക്കാണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ പറയുന്നു കൊല്ലപ്പെട്ടത് എന്റെ അമ്മാവനാണെന്ന്. അത് കേൾക്കുമ്പോ എനിക്കുണ്ടാവുന്ന ദുഃഖം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ദുഃഖത്തിന്റെ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെക്കുറിച്ച് ചില കഥകളൊക്കെ ഞാനും അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. 7-8 വർഷങ്ങൾ കൊണ്ട് നിങ്ങളുണ്ടാക്കിയ നേട്ടങ്ങൾ, വലിയ സമ്പത്ത്, ബിസിനസ്, ഇതിനെല്ലാം പിന്നിൽ ഒരു ചോരമണമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? എന്റെ ബിസിനസിന്റെ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോവാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആദ്യം എന്റെ അമ്മാവനെ കൊന്ന യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്ക. എന്നിട്ട് അയാളെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്ത്. നിങ്ങളുടെ നിയമം ശിക്ഷിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മാവനെ കൊന്ന കൊലയാളിയെ ഞാൻ ശിക്ഷിച്ചിരിക്കും. കേരള പോലീസിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഡയലോഗ് അടിച്ചിട്ടല്ല മിടുക്ക് കാണിക്കേണ്ടത്. ഇത്രയും കാലം ഈ യൂണിഫോം ഇട്ടതിന്റെ എന്തെങ്കിലും ഒരു കഴിവ് സാറിനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടൊന്ന് കാണിക്കും. അല്ലാതെ സാറിന്റെ ഈ യൂണിഫോമിന് മുന്നിൽ പേടിച്ചു നിൽക്കുന്ന പാവങ്ങളോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറണ്ട. പിന്നെ അധികകാലം സാറിന് ഈ യൂണിഫോം ഇടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. ഹോ, ഭീഷണിയാണോ?
നമുക്ക് കാണാം. സർ, ഇതുപോലുള്ള കൂടിക്കാഴ്ചകൾക്കൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ ഭീഷണി അതെന്നോടും വേണ്ട. വാ. വിട്. എന്താ നീ കാര്യം എന്താന്ന് പറ. ഈ ഫോൺ കാണിക്കാനാണോ നീ ഞങ്ങൾ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഫോൺ കാണിക്കാനല്ല, ഫോണിനകത്തെ കാര്യം കാണിക്കാനാ വിളിച്ചോണ്ട് വന്നത്. ഇതിനകത്തെ ഒരു രഹസ്യമുണ്ട്. നമ്മളെല്ലാം ആകാംക്ഷയോടെ പരസ്പരം ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരവുണ്ട് എന്റെ ഈ ഫോണില്. പെണ്ണെ, നീ കാര്യം വ്യക്തമായിട്ടൊന്ന് പറയ. എന്താ ഇത്രയ്ക്ക് വലിയ രഹസ്യം? പൂങ്കൊടി. പൂങ്കൊടിയാ? അതെന്ത് കൊടി? കേട്ടിട്ട് ഏതോ തമിഴ് പേര് പോലെ ഉണ്ട്. എനിക്കോ സംശയം നല്ലതുപോലെ ഉണ്ട്. ദാ നോക്ക്. എന്താ ഇത്? ഇത് മാഡം അവന്തിക പൂങ്കൊടി എന്ന കുഞ്ഞിനെ ശ്രീരാമകൃഷ്ണ ഓർഫനേജിൽ നിന്നും ദത്തെടുത്തതിന്റെ ഡോക്യുമെന്റ്സ് ആണ്. ആ, അത് ശരി. അപ്പോ ആ കുഞ്ഞിനെ ദത്തെടുത്തതാണെന്ന് ഉറപ്പായി അല്ലേ? നിന്റെ ചേച്ചി ആള് കൊള്ളാലോ. എന്റെ ചേച്ചി ഇതിലൊക്കെ ഒരുപാട് മുകളില. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവരെന്തും ചെയ്യും. ദാ ഇതൊന്ന് നോക്കിയേ. ഇതെന്താ? ഇത് ഏതോ ഗവൺമെന്റ് ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോ അല്ലേ? ഇത് കേരള സർക്കാരിന്റെ ഗസറ്റ് വിജ്ഞാപനമാണ്. ദത്തെടുത്ത പൂങ്കൊടി എന്ന കുഞ്ഞിന്റെ പേര് ചിപ്പി എന്ന് മാറ്റാനുള്ള ഗസറ്റ് പരസ്യം. അത് ശരി. അപ്പൊ ഒരു തമിഴത്തി കൊച്ചിനെ ദത്തെടുത്ത് സ്വന്തം മോളായി വളർത്തുന്നു. അങ്ങനെ വെറുതെ ഒരു കുഞ്ഞിനെ പോയി നിന്റെ ചേച്ചി ദത്തെടുക്കുവോ? ഇവളുടെ ചേച്ചിയായോണ്ട് എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ കൊച്ചിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഓർഫനേജില് അതിന്റെ രേഖകൾ ഉണ്ടാവും. പക്ഷെ ഇത് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ. എന്റെ ചേച്ചി ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ വെറുതെ ഒന്നും ഒരു കുഞ്ഞിനെ അവര് ദത്തെടുക്കില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അന്വേഷിക്കണം. നിന്റെ ചേച്ചി ഇന്ന് അനുഭവിക്കുന്ന സ്വത്തുക്കൾക്കെല്ലാം ആ കുഞ്ഞായിരിക്കും ഇനി അനന്തരാവകാശി. ആ കുഞ്ഞിന്റെ പേര് ഇപ്പൊ തന്നെ നല്ലൊരു ഭാഗം എഴുതി വെച്ചിട്ടുണ്ടാവും. കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പുവരുത്താതെ ഓരോ ഓർഫണേജുകാരും അഡോപ്ഷൻ അനുവദിക്കില്ല. അതിന് ഈ ശ്രീരാമകൃഷ്ണ ഓർഫനേജ് എവിടാന്നറിയാവോ?